ചോദ്യങ്ങളിൽ നിന്ന് പോകരുത്. അങ്ങ് ഒരു കാര്യത്തിൽ അങ്ങയോട് ഞാൻ പരാതി പറയുന്നു. ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ ജോയ് ഉദ്ധരിച്ചു. അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട്. അങ്ങ് ഇടപെട്ടില്ല. സാർ, ഞാൻ പറയുന്നു, ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അങ്ങ് ചോദ്യത്തിനെടുത്തിരിക്കുന്ന 2 മിനിറ്റും 22 സെക്കൻഡുമാണ്. പ്ലീസ് ചെയറുമായി ഭാവിയിൽ സഹകരിക്കണം. പ്ലീസ് ചോദ്യത്തിന് സാധാരണ പ്ലീസ് അവിടെ ഇരിക്ക്. ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു മിനിറ്റ് അവിടെ ഇരിക്ക്. ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ. ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല, സബ്ജക്റ്റീവ് ആയിരിക്കും. അത് അങ്ങ് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഒരു മിനിറ്റ് പ്ലീസ് ഒരു മിനിറ്റ് അവിടെ ഇരിക്ക്. ഞാൻ പറയാം. ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ. അത് സ്വാഭാവികല്ലേ? യെസ് അങ്ങ് ഇരിക്ക്. യെസ് ഒരു മിനിറ്റ്. അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടെ ഉത്തരം പറയാം. അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. അങ്ങയുടെ ഒരു ചോദ്യത്തിനും കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. പ്ലീസ് അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടെ ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. യെസ് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണമല്ലോ. അങ്ങ് ഒരു കാര്യം പറഞ്ഞു. ജോയ് ചോദിച്ച ചോദ്യം, ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇവിടെ ആരെങ്കിലും ഇത് അദ്ദേഹം പറഞ്ഞില്ല. പ്രതിപക്ഷം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട്, അതെങ്ങനെയാണ് അങ്ങനെ ആവുക? അപ്പൊ അതെങ്ങനെയാ പ്രതിപക്ഷത്തിനെതിരാവുക? അപ്പൊ അങ്ങനെ അങ്ങ് സംസാരിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് എന്തിനാണ് ഇത്ര പ്രൊവോക്ഡ് ആകുന്നത്? അങ്ങ് എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ഞാനിവിടെ കണക്കുകളാണ് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ എൻ്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട MLA മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു. പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ. യു ക്യാൻ ചാലഞ്ച്. അത് ചലഞ്ച് ചെയ്യാം സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇത് വെച്ച് അന്ന് ചർച്ച ഇടതുപക്ഷ സർക്കാരും അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ. ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ. ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ. ഞാൻ ഇതിനു മുൻപുള്ള ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ. തരണം എന്നുള്ളത് പറഞ്ഞു. കാരണം സ്പെഷ്യൽ പരിഗണന നൽകണം. ഞാൻ MP യുടെ പേര് പറയുന്നില്ല സാർ. പക്ഷേ ആ ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നോട് പറഞ്ഞു എന്തെന്നറിയോ? ബട്ട് യുവർ MP ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ്. then so let me see എന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ. ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ, കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല. നമ്മൾ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ. അല്ലാതെ ഒരു പണവും കൊണ്ടല്ല നമ്മൾ ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളതെന്ന് പറയുന്നു. ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിൽ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സാർ. ചോദ്യം നമ്പർ 2. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.